ഇതാണ് ഗുരുവിൻ്റെ ഭൂപ്രകൃതിയുടെ ഒരു കാവ്യാത്മകത. അത് നമ്മുടെ ജീവിതത്തിൽ പലതരത്തിൽ റിഫ്ലക്റ്റ് ചെയ്യും എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഞാൻ അവസാനിപ്പിക്കുന്നത് ഈ അടുത്ത കാലത്ത് ഞാൻ നടത്തിയ ഒരു സഞ്ചാരത്തിൻ്റെ ഓർമ്മയെ പറഞ്ഞുകൊണ്ടാണ്. അതൊരു പക്ഷേ അതിൻ്റെ ഷോക്കിൽ നിന്ന് ഞാൻ ഇപ്പോഴും മുക്തനല്ല. അതിനെക്കുറിച്ച് നമുക്ക് കോട്ടുകോയിക്കലിൻ്റെ പുസ്തകത്തിൽ ഒരു സഞ്ചാരം എന്ന പേരിൽ വിശദമായി വായിക്കാൻ പറ്റും. ഇനിയും ഒരുപാടുണ്ട് കേട്ടോ. അത് സമയമില്ലാത്തതുകൊണ്ട് ഞാൻ പറയാത്തത്, ഞാനങ്ങ് ചുരുക്കുകയാണ്. വണ്ടി സ്റ്റേഷനിലേക്ക് എത്താൻ പോവുകയാണ്. ഈ ഒരു സഞ്ചാരം എന്ന പേരിൽ കോട്ടുകോയിക്കൽ എഴുതിയത് അത്രയും രസകരമായ വിവരണമാണ്. ഈ പുസ്തകം കൊണ്ടു നടന്നാണ് ഞാൻ അവിടെ ഒക്കെ സഞ്ചരിച്ചത്. വിദ്യാനന്ദ സ്വാമികൾ എഴുതുകയാണ്. 70ാമത്തെ സ്വാമി തിരുനാൾ കഴിഞ്ഞ ഉടനെ സ്വാമികൾ 927 സെപ്റ്റംബർ 4 വർക്കല നിന്ന് അന്ന് അംബാസമുദ്രത്തിലേക്ക് പോയി. ഞാൻ തുടങ്ങിയത് ശിവാനന്ദ ലഹരിയിലെ ഒരു ശ്ലോകം പറഞ്ഞിട്ടില്ലേ, ഇനി വനത്തിലോ കാട്ടിലോ സമുദ്രത്തിലോ ജലത്തിലോ അർക്കനിലോ എവിടെയോ ആയിക്കൊള്ളട്ടെ ശംഭോ, അങ്ങയുടെ ചുവട്ടിലിരിക്കുന്നയാളാണ് പരമഹംസൻ. അംബാസമുദ്രത്തിലേക്ക് ഗുരു ചെല്ലുന്നു. ഈ സഞ്ചാരത്തിനുണ്ടായ കാരണത്തെപ്പറ്റി ഞാനിപ്പോൾ എഴുതുന്നില്ല. ഗുരു അംബാസമുദ്രത്തിലെ ശിവക്ഷേത്രത്തിൻ്റെ മുന്നിൽ ചെന്നു. ഞാനും ചെന്നു. എനിക്ക് ഗുരു എവിടെയാണ് നിന്നതെന്ന് കണ്ടുപിടിക്കുന്നു, പറ്റുന്നില്ല. ഒരു രേഖയിലും അത് എഴുതി വച്ചിട്ടില്ല. പക്ഷേ നമ്മൾ തീവ്രമായ ധ്യാനത്തിലൂടെ ഗുരു ഇവിടെ ആവില്ലേ, ഗുരു അവിടെ ആവില്ലേ, നമ്മൾ കണ്ടെത്തുന്നു. അംബാസമുദ്രത്തിലെ ശിവക്ഷേത്രം അപാരമായ നിർമ്മിതിയാണ്. അതിൻ്റെ കരയിലാണ് താമ്രപർണി നദി. ആ നദി ഒഴുകി ഇവിടെ ഈ ഇനയത്തിനടുത്ത് അറബിക്കടലിലാണ് വന്ന് ചേരുന്നത്. ആ താമ്രപർണിയുടെ കുത്തൊഴുക്കിന് മുന്നിൽ ഗുരു അനേക ദിവസങ്ങൾ തങ്ങി. തൃപ്പാദങ്ങളോടൊന്നിച്ച് സംഗീതസ്വാമി, തിരുപ്രക്കുണ്ഠം ശാന്തലിംഗസ്വാമി, ഹനുമാൻഗിരി സ്വാമികൾ. ഈ ഹനുമാൻഗിരി സ്വാമിയാണ് 1ാം സിലോൺ യാത്രയിൽ ഗുരുവിൻ്റെ ഒരുപക്ഷെ അംബാസഡറായി പ്രവർത്തിച്ചത്. ഹനുമാൻഗിരി സ്വാമികൾ, ശംഖുഭക്തൻ ഒരു പ്രത്യേകതയുണ്ട്. അദ്ദേഹം ഉണ്ടാക്കിയതേ കഴിക്കൂ. ശംഖുഭക്തൻ ആണ് ഗുരുവിൻ്റെ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്നത്. അപ്പോൾ ശംഖുഭക്തൻ ഉണ്ടാക്കിയതാണ് ഗുരു കഴിക്കുന്നത്. പക്ഷെ ശംഖുഭക്തനൊരു പ്രത്യേകത, മറ്റുള്ളവർ ഉണ്ടാക്കുന്നത് ശംഖുഭക്തൻ കഴിക്കില്ല. ശംഖുഭക്തൻ ഉണ്ടാക്കുന്നതേ ശംഖുഭക്തൻ കഴിയും. ഇതൊക്കെ വളരെ രസകരമാണ്. ഗുരു ഇവരുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ, സംസാരമൊക്കെ വളരെ നർമ്മോക്തികൾ നിറഞ്ഞതാണ്. ഇപ്പം ആരെങ്കിലും ശംഖുഭക്തനോട് ഭക്ഷണം വേണമെന്ന് ഗുരു തന്നെ പറയും, ശംഖുഭക്തൻ കഴിക്കുകയില്ല. ശംഖുഭക്തൻ അദ്ദേഹം ഉണ്ടാക്കിയത് മാത്രമേ അദ്ദേഹം കഴിക്കുകയുള്ളൂ. എന്തൊരു നിഷ്ഠയാണ്! അപ്പോൾ ശംഖുഭക്തൻ തനിക്ക് ഭക്ഷണം ഉണ്ടാക്കുന്നതിനേക്കാൾ നിഷ്ഠയോടെയാണ് ഗുരുവിന് ഭക്ഷണം ഉണ്ടാക്കുന്നത്. കാരണം ശംഖുഭക്തനേക്കാൾ നിഷ്ഠയാണ് ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ ഗുരുവിന്. വെള്ളത്തിൻ്റെ ശുചി വരെ ഗുരു കൃത്യമായി അളക്കും. എന്തിന്? ഒരിടത്ത് അദ്ദേഹത്തിൻ്റെ തുണി മറ്റൊരാൾ കഴുകിയിട്ടാൽ ആ തുണിയിലേക്ക് വന്ന് അലയ്ക്കുന്ന കാറ്റിൽ മാലിന്യങ്ങളുണ്ടോ എന്ന് പോലും ഗുരു നിരന്തരമായി ശ്രദ്ധിച്ചിരുന്നു. ഒരു വീട്ടിൽ അദ്ദേഹം തങ്ങുമ്പോൾ അദ്ദേഹത്തിൻ്റെ വസ്ത്രം കഴുകി അയലിട്ടല്ലോ. അപ്പോൾ ഗുരു പറഞ്ഞത് അവിടെ നിന്ന് മാറ്റണം, അവിടെ നിന്ന് മാറ്റി വേറെടുത്ത് കൊണ്ടിട്ടു. അപ്പോൾ പറഞ്ഞു അവിടെയും പറ്റത്തില്ല, മാറ്റണം. അപ്പോൾ പറഞ്ഞു ഇവിടെ എല്ലാം വെയിലുണ്ടല്ലോ, പിന്നെന്താ സ്വാമി? അല്ല, ഇങ്ങോട്ട് മാറ്റിയിടണം, തുണി ഇങ്ങോട്ട് മാറ്റിയിട്ടു. ഒരു കാരണം ഗുരു പറയുകയാണ്, അവിടെ മൂത്രത്തിൻ്റെ സാന്നിധ്യമുള്ള കാറ്റ് അടിച്ചുകൊണ്ടിരിക്കും. ഇത് ഒരു വൈദ്യൻ്റെ നിഷ്ഠയും കൂടെ. നമ്മൾ സത്യത്തിൽ ഇതൊന്നും പാലിക്കുന്നില്ലല്ലോ. കൃത്യമായി വായുവിൽ മൂത്രാണുക്കളുടെ സാന്നിധ്യമുണ്ട് എന്നുവരെ ശ്രദ്ധിക്കുന്ന അത്ര ജാഗ്രത ജീവിതത്തിൽ പുലർത്തിയിരുന്ന ഒരാളെക്കുറിച്ച്. അപ്പം ദർശനത്തിൻ്റെ ഉയരം മാത്രമല്ല, ജീവിതത്തിൻ്റെ വൃത്തിയിലും അത്രമേൽ സൂക്ഷ്മമായി ധ്യാനിച്ചിരുന്ന ഒരാൾ. ഗുരു ഈ താമ്രപർണി നദിയിൽ നമുക്കവിടെ ചെന്നിരിക്കാൻ പറ്റും. കുത്തൊഴുകുന്ന പുഴ, സംഗീതം പറയുന്ന പുഴ. അവിടെ നിന്ന് തിരുപ്രക്കുണ്ഠത്തേക്ക് സ്വാമികൾ യാത്രയായി. അപ്പോൾ തിരുപ്രക്കുണ്ഠ ആശ്രമത്തിൽ ചെന്ന ആശ്രമത്തിൻ്റെ ഇപ്പോഴത്തെ കെയർടേക്കർക്ക് എന്നെ പരിചയമില്ല. ഞാൻ പറഞ്ഞു ഞങ്ങൾ ഒരു ദിവസം അവിടെ തങ്ങിക്കോട്ടെ, ആശ്രമത്തിൽ വലിയ സൗകര്യമൊന്നുമില്ല. അപ്പോൾ പറഞ്ഞു ആരെങ്കിലും പറഞ്ഞാൽ ഇവിടെ തങ്ങാം. ഞാൻ സ്വാമികളെ വിളിച്ചു. സ്വാമികൾ എന്നോട് പറഞ്ഞു അവിടെ വലിയ സൗകര്യം ഉണ്ടോ എന്ന് സംശയമാണ്, അവിടെ മതിയോ? ഞാൻ പറഞ്ഞു. എന്നിട്ട് സ്വാമികൾ തന്നെ അദ്ദേഹത്തോട് സംസാരിച്ചു. വലിയ വരവേൽപ്പായിരുന്നു. പിന്നെ ഭക്ഷണം ഒരുക്കുന്നു, നമുക്ക് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു തരുന്നു. പക്ഷേ ആശ്രമം ഒരു വലിയ സ്ഥലമല്ല. ശാന്തലിംഗ സ്വാമികളുടെ ആ ആശ്രമത്തിൽ ഒരു രാത്രി തങ്ങുന്നു. ഞാൻ ആലോചിക്കുകയാണ്, എന്തൊരു സുഖകരമായ വാസമായിരുന്നെന്നറിയാം ഒരു ദിവസം. ആ ശാന്തത,
ആ സമാധാനം. ഗുരു ഇരുന്ന സ്ഥലമാണ്. അതിൻ്റെ മുറ്റത്തെ കാളിയെക്കുറിച്ച് ഞാൻ പ്രസംഗത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഈ തിരുപ്രക്കുണ്ട്രത്തെ ആശ്രമത്തിൻ്റെ മുറ്റത്ത് കാളിയമ്മ, കോലം വരയ്ക്കുന്ന മാവ് വിൽക്കുന്ന കാളിയമ്മ. ആ കാളിയമ്മ ഗുരുവിനെ കണ്ടിട്ടില്ല, ഗുരുവിനോട് സംസാരിച്ചിട്ടില്ല. ശ്രീനാരായണ ഗുരുവിനെക്കുറിച്ച് ഒരു പുസ്തകവും കാളിയമ്മ വായിച്ചിട്ടില്ല. പക്ഷെ ആ കാളിയമ്മയുടെ മനസ്സിൽ ഇന്ന് ഏറ്റവും വലിയ ദീപം ശ്രീനാരായണ ഗുരുവാണ്. ഈ ആശ്രമത്തിൽ ഗുരു പൂജയ്ക്ക് കാളിയമ്മ എത്തുന്നു, ഗുരുവിനെ തൊഴുന്നു. കാളിയമ്മ പറയുന്നു, സങ്കടം വരുമ്പോഴെല്ലാം ആശ്രമത്തിൽ പോയി അത് പറയുന്നു. ഈ തിരുപ്രക്കുണ്ട്രത്തെ ആശ്രമത്തിന് പിറകിൽ ഒരു മഹാശില നാം കാണുന്നു. ഈ ശിവശതകത്തിലെ തന്നെ മറ്റൊരു ശ്ലോകത്തിൽ 58-ാമത്തെ ശ്ലോകം, മലമുകളിൽ നിന്ന് വരുന്നൊരു പാറ പോൽ മുലകുടി മാറിയ നാൾ മുതൽ മാനസം. ഈ തിരുപ്രക്കുണ്ട്രത്തെ ശിലയും ഇതിനെ ഉപമിക്കാൻ പറ്റില്ല. എന്നാൽ പോലും മലമുകളിൽ നിന്നൊരു മഹാശില, ഒരുപക്ഷെ ഞാൻ ഇതുവരെ കണ്ടിട്ടുള്ള ഏറ്റവും വലിയ ശില തിരുപ്രക്കുണ്ട്രത്തെ ശിലയാണ്. ഒറ്റ ശിലയാണോ, അതല്ല 2 ശിലയാണോ? ഒരു മല മുഴുവനൊരു ശില. ആ ശിലയിലെ മുറ്റത്ത് നിൽക്കുമ്പോൾ ഈ മൂർക്കോത്തിനെ വായിച്ച അനുഭവത്തിൽ നിന്ന് ഞങ്ങൾ ചോദിക്കുന്നു, ഗുരു തിരുപ്രക്കുണ്ട്രം ആശ്രമത്തിൽ വിശ്രമിക്കുമ്പോൾ മുട്ടയരശ് എന്ന് പറയുന്ന ഒരു വനത്തിലേക്ക് തപസ്സിന് പോയതായി പറയുന്നു. ഏതാണ് ഈ മുട്ടയരശ്? പലർക്കും അതറിയില്ല. അപ്പോൾ ഒരു ജ്ഞാനവൃദ്ധൻ പറഞ്ഞു, എനിക്കറിയാം, അത് ഈ വലിയ മലയുടെ അപ്പുറത്തെ സ്ഥലമാണ് മുട്ടയരശ്. ഗുരു കണ്ടെത്തിയതാ. ഏതോ രാത്രിയിൽ ഗുരു അവിടെ നിന്ന് ഇറങ്ങി നടന്ന് മുട്ടയരശിലേക്ക് ചെല്ലുന്നു. ആ മുട്ടയരശ് തപ്പിപ്പിടിച്ച് അവിടെ ചെല്ലുമ്പോൾ പഴയ കാട് അവിടെ ഇല്ല. ആ പഴയ പല മന്ദിരങ്ങളും നഷ്ടപ്പെട്ടിരിക്കുന്നു. പക്ഷെ എന്നിട്ടും അവിടുത്തെ ക്ഷേത്രവും ഉള്ളിടത്തോളം മന്ദിരങ്ങളും ചെറിയൊരു വനപ്രകൃതിയും ഇപ്പോഴും അവശേഷിക്കും. അവിടെ അകത്തിയർ കുളം എന്ന പേരിൽ നമുക്കൊരു കുളം കാണാം. തുള്ളി ജലമില്ല. പക്ഷേ ഗുരു ധ്യാനിച്ച കാലത്ത് ആ കുളത്തിൽ ജലമുണ്ടായിരുന്നിരിക്കാം. ചോളകാലത്ത് നിർമ്മിക്കപ്പെട്ടതെന്ന് പറയുന്ന ആ കുളത്തിൻ്റെ കരയിൽ ശ്രീനാരായണൻ ധ്യാനനിരതനായിരുന്നു. ഗുരുവിൻ്റെ പിന്നാലെ ശിഷ്യസമൂഹം ചെന്നു. ഇതാണ് ഗുരുവിൻ്റെ സ്വഭാവത്തിൻ്റെ സവിശേഷത.